സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും ദുനിയാവിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായ മറുപടി പറയണമെന്നുള്ള ബോധം എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അതിമഹത്തായ ഒരു ഇബാദത്താണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ സാമീപ്യത്തിനും വേണ്ടി അറവ് നടത്തുക എന്നുള്ളത് ആദ്യ മനുഷ്യനിൽ കൂടി തന്നെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ നേരുന്ന ഒരു സമൂഹത്തെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അത്തരം ഒരു ആചാരം ചെയ്തിരുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ അതിലെ 103-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ. 4 മൃഗങ്ങളുടെ പേരുകളാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ഒട്ടകങ്ങളിൽ 4 ഇനങ്ങൾ, ബഹീറത്തെന്നും സായിബത്തെന്നും വസീലത്തെന്നും ഹാമെന്നും. ഒട്ടകത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഓരോ പ്രായം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിലെ ഓരോ അവയവങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആ ഒട്ടകങ്ങൾക്ക് ഇട്ടിരുന്ന പേരാണ് അല്ലാഹു തആല ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. അത് തുടക്കം തന്നെ അല്ലാഹു പറയുകയാണ്, മാ ജഅലല്ലാഹ്, അല്ലാഹു അത് നിയമമാക്കിയിട്ടില്ല അവർക്ക്. അല്ലാഹു ഇത്തരം മൃഗങ്ങളൊന്നും നേർച്ചയാക്കിയിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ചില മൃഗങ്ങളെ അവർ നേർച്ച നേർന്നിരുന്നുവെന്നാണ് ഇടയാളന്മാർക്ക് വേണ്ടി. അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുകയാണ്, വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണിവർ. മൃഗത്തിന് ഓരോ പേരിടുക, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകുവാനും വേണ്ടി മധ്യവർത്തികളെ വെച്ചുകൊണ്ട് അവരുടെ പേരിലുള്ള നേർച്ചകൾ, ഇത് അള്ളാഹു ഒരിക്കലും പഠിപ്പിക്കാത്തതാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണിവർ. വഅക്സറുഹും ലാ യഅഖിലൂൻ. അവരിൽ അധികം ആളുകളും ചിന്തിക്കാത്തവരാണ്, അവർ മനസ്സിലാക്കാത്തവരാണ്. ഇന്നുമുണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ നേർച്ച നേരുകയാണ്. ഇതേതാണ് മൃഗം? ഇത് ഷെയ്ഖിൻ്റെ പേരിലുള്ള മൃഗമാണ്. ഏത് ഷെയ്ഖിൻ്റെ പേരിൽ? മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ. ഇത് റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ. ഇത് ബദരീങ്ങളുടെ പേരിൽ. അങ്ങനെ മുശ്രിക്കുകൾ ഏതൊക്കെ പേരുകൾ ഇട്ടു എന്നോ ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇവർ ഓരോ പേരുകളും ഇടുകയാണ്, ഓരോ വലിയിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ഇത്തരം നേർച്ചകൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഇവർ നേരുന്നത് എന്നിവർ വാദിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ഇത് നമുക്കുള്ള നേർച്ചയല്ല, ഇത് നമ്മുടെ പ്രീതിക്ക് വേണ്ടിയോ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയോ നമ്മിലേക്ക് അടുക്കുവാൻ വേണ്ടിയോ അല്ല. ഇത്തരം നേർച്ചകൾ നേരുന്നത് ഇവർ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കൃത്യമായി നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ച, അറവ് എന്ന് പറയുന്നത് മതത്തിൽ നിന്നും പുറത്തു പോകുന്ന അതിഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ സമൂഹം അതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധവാന്മാരാകുന്നില്ല. അതാണ് ആയത്തിൽ അവസാനം വഅക്സറുഹും ലാ യഅഖിലൂൻ. അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നില്ല. നോക്കൂ, മഹാനായ ഒരു പണ്ഡിതൻ ഇബ്നു ഹജർ ഹൈസമി റഹ്മഹുല്ലാഹ് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, ലൗ ദബഹ മുസ്ലിമതൻ ദബീഹതൻ വഖസദ ബിദബിഹിഹ തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹി തആല. ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുകയും അത്തരം കർമ്മം ചെയ്യുകയും ചെയ്യുന്നവർ,
അവരുടെ ലക്ഷ്യമാകട്ടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യമല്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് അറവ് നടത്തിക്കൊണ്ട് അവരുടെ പ്രീതിയും അവരുടെ തൃപ്തിയുമാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വാറ മുർത്തദ്ദൻ, മുസ്ലിമാണ്, ഇത്തരം അറവ് നടത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളാണ്, മുർത്തദ്ദായവനാണ്. വദബീഹതുഹു ദബീഹതു മുർത്തദ്ദിൻ, ആര് ബലി നൽകിയോ, അള്ളാഹു അല്ലാത്തവർക്ക് ആര് ബലി നൽകിയോ അവൻ മുർത്തദ്ദാണ് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് തൻ്റെ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വെറുതെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗത്തെ അല്ലാഹു തആല ശപിച്ചതായി സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നാം വായിക്കുകയാണ്. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുകയാണ്. ആരെ? മൻ ദബഹ ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവർ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറവ് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണോ? അല്ല, ഒരിക്കലുമല്ല. ഷേഖന്മാരുടെ പേരിൽ, മറവട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ, മരിച്ചു കഴിഞ്ഞ മഹാന്മാരുടെ പേരിലൊക്കെയാണ് ഇവർ നേർച്ച നേരുന്നത്. ഇവരെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റാർക്കെങ്കിലും വേണ്ടി അവരുടെ പ്രീതിയും അവരുടെ സാമീപ്യവും നേടുവാനായിട്ട് അറവ് നടത്തിയാൽ അവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുകയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ, അല്ലാഹു തആല അറവ് നടത്തി, അല്ലാഹു തആല അറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ കൂടി. നാം പറഞ്ഞുവല്ലോ, ആദം നബിയുടെ 2 മക്കൾ ഹാബീലും ഖാബീലും ആദ്യമായി അറവ് നടത്തിയത് അവരാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ 27-ാമത്തെ ആയത്തിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരികയാണ്. ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖിർ. അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രവാചകനാണ്, ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഹാബീലും ഖാബീലും അള്ളാഹുവിലേക്ക് അടുക്കുവാനായിട്ട് നേർച്ച നേർന്നുവെന്നാണ്. ഒരുവൻ മറ്റവനെ കൊല്ലുവാൻ പരിശ്രമിച്ചു. മറ്റവൻ പറയുകയാണ്, കൊല്ലപ്പെടാനായിട്ട് നിൽക്കുന്നയാൾ പറയുകയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിന്നിൽ നിന്നും അല്ലാഹ് സ്വീകരിക്കുകയില്ല ഈ അറവ്. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ ഈ അറവുകൾ, ഈ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. കാരണം നിനക്ക് തഖ്വയില്ല, എന്നെ കൊല്ലുവാൻ വേണ്ടിയാണ് നീ പരിശ്രമിക്കുന്നത്. അത്തരം ആൾക്കാരുടെ അടുക്കൽ നിന്നും റബ്ബ് തആല ഒരു ഇബാദത്തും, പ്രത്യേകിച്ച് അറവ്, സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. റബ്ബുൽ ഇസ്സത്തിന് ആ മാംസമോ രക്തമോ അല്ല കയറിപ്പോകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് അത്തരം രക്തമോ മാംസമോ അല്ല താല്പര്യം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്ത്, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് നിങ്ങൾ അറവ് നടത്തുന്നതിന്റെ മാംസം ആവശ്യമില്ല, രക്തം ആവശ്യമില്ല. അള്ളാഹുവിന് ആവശ്യം നിങ്ങളുടെ തഖ്വയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ആ സൂക്ഷ്മതയാണ് അല്ലാഹു തആലക്ക് ഇഷ്ടമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു തആല പരീക്ഷണം നടത്തിയത് ഈ അറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്തിൽ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറതൻ, അല്ലാഹ് കൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പശുവിനെ ബലിയർക്കണം, നിങ്ങൾ ബഖറയെ നിങ്ങൾ ബലിയർക്കണം. ഒരു പരീക്ഷണമായിട്ട് ബനൂ ഇസ്രായേലർക്ക് അല്ലാഹു തആല നൽകിയ കൽപ്പനയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നരഹത്യ, അതുപോലെയുള്ള നരബലി ഇസ്ലാം വെറുക്കുകയാണ്.
ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. അത്തരം ദേവീകൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധ്യന്മാർക്കുള്ള അവരുടെ പ്രീതി നേടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ദേവിക്ക് വേണ്ടി സ്വന്തം നാവ് അറുത്തുകൊണ്ട് ബലിയറുത്തതായിട്ട് ഇന്നലത്തെ ദിവസത്തെ പത്രത്തിൽ നാം വായിച്ചതാണ്. അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ, അത്തരം നരബലികൾ, അത്തരമുള്ള അറവുകൾ ഇസ്ലാം വിരോധിക്കുന്നു എന്ന് മാത്രമല്ല, കൃത്യമായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ അതിനെ ശക്തമായി എതിർക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ 2-3 ആയത്തുകൾ നോക്കൂ. ദാരിദ്ര്യ ഭയം മൂലം പ്രവാചകരുടെ കാലഘട്ടത്തിൽ മക്കളെ കൊന്നിരുന്ന ഒരു സമൂഹം, അവരോട് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. പെൺകുട്ടികൾ പിറക്കുന്നത് അപമാനമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അത് മറ്റൊരു തരത്തിൽ കാണുകയാണ്. പെൺകുട്ടികൾ പിറക്കുന്നത് അപമാനമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരു പെൺകിടാവ് പിറന്നു എന്ന് മനസ്സിലാക്കിയാൽ, ഒരു പെൺകുഞ്ഞ് പിറന്നു എന്ന് മനസ്സിലാക്കിയാൽ അപമാനം മൂലം അവരുടെ മുഖങ്ങൾ കറുത്ത് ഇരുണ്ടു പോകുമെന്നാണ്, കൊന്നുകളയുമെന്നാണ്. അവരോട് ശക്തമായ താക്കീത് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ആയത്തുകൾ എത്രത്തോളം അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വന്നു. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ പേരിലല്ലാതെ, ഒരാളെ കൊന്നതിന്റെ പേരിലല്ലാതെ നിങ്ങൾ ആരെയും കൊന്നുപോകരുത്. അങ്ങനെ നിങ്ങൾ കൊന്നാൽ, അല്ലാഹുവിന്റെ കലാമിലെ ആയത്തു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദുൻ ഫിൽ അർദ്, ഒരാളെ കൊന്നതിന് പകരമായിട്ടല്ലാതെ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതല്ലാതെ, അങ്ങനെയുള്ളവർക്കല്ലാതെ നിങ്ങൾ ആരെങ്കിലും കൊന്നാൽ ഫകഅന്നമാ ഖതല നാസ ജമീഅ, ഭൂമിയിലുള്ള സർവരെയും കൊന്നതിന് തുല്യമാണ്. ഇനി ഭൂമിയിൽ ഒരാൾ ഫസാദ് ഉണ്ടാക്കുന്നത് കണ്ടാൽ, ഒരാളെ കൊന്നത് കണ്ടാൽ അത് പ്രതിക്രിയ ചെയ്യുവാൻ നമുക്ക് അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു ഇസ്ലാമിക രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ അധീനതയിലുള്ളവർക്ക് മാത്രമാണ് അതിന്റെ പ്രതിക്രിയ നടക്കുവാൻ. അങ്ങനെയുള്ള കൊലപാതകം വധശിക്ഷ നടത്തുവാനുള്ള തീരുമാനങ്ങൾ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായിട്ട് നാം മനസ്സിലാക്കുക. നരബലിയും അതുപോലെയുള്ള നരഹത്യയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായ രീതിയിൽ, ശക്തമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ കൂടി എതിർക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ പുതുക്കുന്ന മാസമാണ്. നാം ഇപ്പോൾ ഹജ്ജിന്റെ മാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഹജ്ജിന്റെ മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണമായിട്ടുള്ള കാലഘട്ടത്തെയും പരിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസികൾ അയവറക്കുകയാണ്. കടമകൾ പൂർത്തിയാക്കിയ പ്രവാചകനെയാണ് പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത്. പരീക്ഷണങ്ങളിൽ വിജയിച്ച പ്രവാചകനെയും ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കടമകൾ പൂർത്തിയാക്കിയ ഒരു പ്രവാചകനാണ്. അല്ലാഹുവിന്റെ ശക്തമായ പരീക്ഷണങ്ങൾ അതിജയിച്ച ഒരു പ്രവാചകനാണ് ഖലീലുള്ള എന്ന് സൂറത്തുൽ ബഖറയുടെ 124-ാമത്തെ ആയത്തിലും 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്തിലും റബ്ബ് തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെയാണ് ഒരു പിതാവും മകനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഊഷ്മളത റബ്ബ് തആല ഖുർആനിൽ കൂടി വരച്ചു കാണിച്ചു തരുന്നത്. ഖലീലുള്ളയുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥന നമുക്കറിയാം. ആ ചരിത്രം, കല്യാണം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത്തരം സ്വപ്നമുണ്ടായിരുന്നു മഹാനായ ഖലീലുള്ളയ്ക്ക്. നൈരന്തര്യമായ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്ന മഹാനായ ഖലീലുള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗമെത്തിയപ്പോഴേക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയുള്ള ഒരു മകനെ നൽകുന്നത് ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം
നടക്കുവാനുള്ള പ്രായമെത്തിയപ്പോഴേക്കും അള്ളാഹുവിന്റെ കൽപ്പന മഹാനായ ഖലീലുള്ളക്ക് അല്ലാഹു തആല നൽകുകയാണ്. സൂറത്ത് സ്വാഫാത്തിലെ 102 മുതലുള്ള ആയത്തുകളിൽ കൃത്യമായ ആ ചരിത്രം നമുക്ക് റബ്ബ് തആല പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സ്വപ്നത്തിൽ കൂടി ഇബ്രാഹിം മകനെ ബലിയറുക്കണം, അറവ് നടത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ചോദിക്കുകയാണ്, ഷൂറ ചെയ്യുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. സ്വപ്നം കണ്ടിരിക്കുകയാണ് മോനെ. പ്രവാചകന്മാരുടെ സ്വപ്നം വഹയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കണം മോനെ. എന്താണ് നിന്റെ അഭിപ്രായം? അന്നി അദ്ബഹക ഫൻദുറു മാദാ തറാ. എന്തുണ്ട് മോനെ നിനക്ക് അഭിപ്രായം? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പിതാവിന്റെ ഒരു മകന്റെ ശക്തമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഇവിടെ ഖുർആൻ വരച്ചു കാണിച്ചു തരികയാണ്. പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയുകയാണ്, യാ അബത്തി, പൊന്നുപ്പാ, പ്രിയപ്പെട്ട വാപ്പാ, ഇഫ്അൽ മാ തുഅ്മർ. അങ്ങേക്ക് അല്ലാഹു തആല എന്താണോ കൽപ്പനയുണ്ടായത് പ്രവർത്തിച്ചു കൊള്ളുക ഇബ്രാഹിം. അല്ലയോ പിതാവേ, നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. സ്വാലിഹായ ഒരു മകനായി അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പറയുകയല്ല. റബ്ബ് തആല പിതാവായ അങ്ങേക്ക് എന്താണോ നൽകിയത്, എന്താണോ സ്വപ്നമായി റബ്ബ് തആല നൽകിയത്, അത് നടത്തിക്കൊള്ളുക ഇബ്രാഹിം. ഞാനിതാ കിടന്നു തരാം. അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇരുവരും കൽപ്പനയ്ക്ക് വിധേയമായി എന്നാണ്. ചരിച്ചു കിടത്തി സ്വന്തം മകനെ നോക്കൂ. ആ സമയത്തുള്ള ആ ഒരു പിതാവിന്റെ മാനസികമായിട്ടുള്ള ഒരവസ്ഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രം പറയുമ്പോൾ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ പിതാക്കൾ മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രമാത്രം ഉണ്ടാകണം. ആ പിതാവ് പറയുന്ന ആ ഒരു കൽപ്പന അതനുസരിക്കുന്ന ആ മകൻ, നമ്മുടെ മക്കളും അതുപോലെയുള്ള മക്കളായ റബ്ബുൽ ഇസ്സത്ത് വളർത്തട്ടെ. റബ്ബിന്റെ കൽപ്പന ഇതാണ് മോനെ, ഇതാണ് മോളെ എന്ന് പറയുമ്പോഴേക്കും ഒരു അതൃപ്തിയും കൂടാതെ സന്തോഷത്തോടുകൂടി മറുപടി പറയുന്ന മക്കളായി റഹ്മാനായ റബ്ബെ കൺകുളിർമ നൽകുന്ന മക്കളായ സന്താനങ്ങളായി നീ ഞങ്ങളുടെ മക്കളെ നീ വളർത്തണേ. നോക്കൂ ഇസ്മായിൽ നബിയുടെ മറുപടി, പൊന്നുപ്പ, അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക, അങ്ങ് നടത്തിക്കൊള്ളുകയും പിതാവേ എന്ന് പറയുമ്പോഴേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിച്ചു കിടത്തുകയാണ് ആ പൊന്നു മകനെ. അപ്പോഴേക്കും അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാവുകയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് താങ്കൾ, അള്ളാഹുവിന്റെ കൽപ്പന സത്യപ്പെടുത്തിയിരിക്കുകയാണ് താങ്കൾ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്രകാരമാണ് സത്യവിശ്വാസികൾക്ക് പ്രതിഫലം നൽകുക. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ആ പ്രതിഫലം രണ്ടാമത്തെ ഒരു മകൻ ഇസ്ഹാഖിനെയും ആ ഇബ്രാഹിമിന് നൽകിക്കൊണ്ട് റബ്ബ് തആല ആ ഇബ്രാഹിമിന് സാക്ഷാത്കാരം നടത്തിയെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സ്വാലിഹീൻ. സ്വാലിഹായ മറ്റൊരു മകനെയും പ്രവാചകനായ മറ്റൊരു മകനെയും സന്തോഷത്തോടുകൂടി റബ്ബ് തആല ഇബ്രാഹിം നബിക്ക് നൽകിയതായി അതേ അധ്യായത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. വ്യക്തമായ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം, വ്യക്തമായ പരീക്ഷണമായിരുന്നു. എന്നിൽ നിന്നുള്ള ശക്തമായ ഒരു പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുകയാണ് ഇബ്രാഹിം. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. ഇതാ ബലിയർക്കുവാനായി മഹത്തായ ഒരു മൃഗത്തെ നാം നിങ്ങൾക്ക് നൽകുകയാണ്, നിങ്ങൾ ബലിയർത്തുകൊള്ളുക. പിന്നിൽ വരുന്നവർക്ക് ഇതൊരു മാതൃകയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശ്വാസികളെ പൂർണ്ണമായും അനുസരിച്ച ഒരു പ്രവാചകൻ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, കീഴ്പ്പെടുക എന്ന് പറയേണ്ട താമസം. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പരിപൂർണമായും റബ്ബിൽ സമർപ്പിച്ച ഒരു പ്രവാചകനെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 131-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ആ മഹത്തരമായ ത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ് ഉളഹിയ്യത്ത്. ആ ഉളഹിയ്യത്ത് ഇബ്രാഹിം നബിയെ പിന്തുടരുന്നവർക്ക് മഹത്തായ ഒരു ആരാധനയായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. റബ്ബ് തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, സ്വദഖല്ലാഹ്, അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഋജുമാനസ്കനായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്യണം. ശുദ്ധമനസ്കനായ ഇബ്രാഹിം
ആ പ്രവാചകൻ കാണിച്ചു തന്ന ആ ബലിമൃഗം നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സൂറത്ത് ആലി ഇംറാനിലെ 95-ാമത്തെ ആയത്ത്. ഏറ്റവും ഉത്തമൻ ആരാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ കലാമിലെ ആയത്ത് നോക്കൂ. സൂറത്തുൻ നിസാ 125-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമൻ അഹ്സനു ദീനാ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തെ ദീനുമായി അടയാളപ്പെടുത്തിയവനിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹദ മുഹ്സിൻ, തന്റെ മുഖത്തെ അള്ളാഹുവിന് അർപ്പിച്ചവൻ. റബ്ബിന്റെ ഒരു കൽപ്പന എന്ന് കണ്ടാൽ, അള്ളാഹിന്റെ റസൂലിന്റെ ഒരു കൽപ്പന എന്ന് കണ്ടാൽ അതിൽ മനസ്സിന് യാതൊരു ക്ലേശവുമില്ലാതെ, യാതൊരു പോറലുമില്ലാതെ, മനസ്സിൽ ഒരു കുത്തുപോലും ഇല്ലാതെ തീർച്ചയായിട്ടും റബ്ബിന് കീഴ്പ്പെടുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഈ ആയത്തിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വമൻ അഹ്സനു ദീനാ, ദീനിൽ ഏറ്റവും ഉത്തമനായവൻ അവനാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ശിരസാൽ വഹിച്ചുകൊണ്ട് തല താഴ്ത്തിക്കൊടുക്കണം സഹോദരങ്ങളെ. പിന്നെ നാട്ടാചാരം, വീട്ടാചാരം, കുടുംബത്തിന്റെ പ്രീതി, കൂട്ടുകാരന്റെ തൃപ്തി, ഇതൊന്നും ഗൗനിക്കുക ഒരു വിശ്വാസിയുടെ ബാധ്യതയല്ല. നമ്മുടെ ഇച്ഛക്കെതിരായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പന, ഒരുപക്ഷെ നമ്മുടെ ഇച്ഛക്കെതിരായിരിക്കും പ്രവാചകരുടെ കൽപ്പന. തല താഴ്ത്തിക്കൊടുക്കുക. വിജയമുണ്ട് ദുനിയാവിലും ആഖിറത്തിലും. അവനാണ് ദീനിലെ ഏറ്റവും ഉത്തമൻ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ആ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ പിന്തുടരണം. അതാണ് ഉളഹിയ്യത്ത്. ഉളഹിയ്യത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്തായ ഒരു മാതൃകയായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബലിദിനത്തിൽ അഥവാ നഹറിന്റെ ദിവസത്തിൽ, ഈദ് പെരുന്നാളിന്റെ അന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് പറയുന്നത് ഈ അറവ് നടത്തുക എന്നുള്ളതാണ്. മാ അമില ബിനു ആദമ യൗമൻ നഹ്രി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല ഹിറാഖത്ത് ദമിൻ, പെരുന്നാൾ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഉളഹിയ്യത്തിന്റെ അറവ് നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നാം അറവ് നടത്തുന്ന ആ മൃഗം കൊമ്പോടുകൂടി, അതിന്റെ നഖത്തോടുകൂടി റബ്ബ് തആല കൊണ്ടുവരുമെന്നാണ്. ഫത്വീബൂ ബിഹാ നഫ്സ, അതുകൊണ്ട് വിശ്വാസികളെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ആ കർമ്മം ചെയ്യണം. സന്തോഷത്തോടുകൂടി നിങ്ങൾ ആ കർമ്മം ചെയ്യണം. ഉളഹിയ്യത്ത് എന്ന് പറയുന്ന മഹത്തായ ഈ ഇബാദത്ത് വിശ്വാസിയുടെ ബാധ്യതയാണ്, ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഒരു കുടുംബത്തിന് വേണ്ടി ഒരെണ്ണം അറുക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള റബീഅത്ത് റളിയല്ലാഹു അൻഹു, ഔസഈ റളിയല്ലാഹു അൻഹു, ലൈസ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖന്മാരാണ്. ഈ മഹാന്മാരായ ഇമാമിയങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് ബാധ്യതയുണ്ടായിട്ടും അഥവാ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അറവ് നടത്താതിരിക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ്, അവന് നിർബന്ധമായ കാര്യമാണ്. ഫർളെന്നാണ് ഈ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത്. ഫർളാണ്, ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. നമസ്കാരം പോലെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നമസ്കാരം എത്രമാത്രം കൃത്യമായി വിശ്വാസികളെ നാം അനുധാവനം ചെയ്യുന്നു. ആ നമസ്കാരത്തിന്റെ തൊട്ടുടനെ വൻഹർ, അള്ളാഹുവിന്റെ പേരിൽ അവന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ബലിയറവ് നടത്തുക. നമസ്കരിക്കാൻ നമ്മളൊക്കെ ഉഷാറാണ്. എന്തേ വൻഹർ? അറവ് നടത്തുന്നത് സമ്പത്തുള്ളവർക്ക് വേണ്ടി മാത്രമാണോ? അതൊക്കെ പണക്കാർക്കുള്ളതാണ്. എന്തേ നമുക്ക് സാധിക്കുകയില്ലേ? ചോദ്യമാണ്. വിശ്വാസികളെ സ്വന്തത്തോട് ചോദിക്കുക. ഒരു 8,000 രൂപ കൊടുത്തുകൊണ്ട് ഈ ഉളഹിയ്യത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിൽ പുഴുക്കുത്തുണ്ട്. എന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ക്ഷമിക്കണം. 8,000 രൂപ കൊടുക്കുവാനായിട്ട് ആ സംഘടിതമായിട്ടുള്ള ഉളഹിയ്യത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ
വിശ്വാസത്തെ നാം ഒന്ന് പുതുക്കണം വിശ്വാസികളെ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുടുംബത്തിന് ഒന്ന് മതി. ഇത് നിർബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അന്ന റജുലൻ സഅലഹു അനിൽ ഉൽഹിയ്യ, ഉൽഹിയ്യത്തിനെ കുറിച്ച് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആ വാജിബത്തുൻ ഹിയ, ഇത് നിർബന്ധമാണോ, ഇത് വാജിബാണോ? ആരോട് ചോദിക്കുന്നു? മുത്തബിഉ സുന്ന എന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനോട് അബ്ദുള്ളയോട് റളിയല്ലാഹു അൻഹുമ മറുപടി കൊടുക്കുകയാണ്, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂൻ, അള്ളാന്റെ റസൂലും സ്വഹാബാക്കളും ഈ ഉൽഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. ഫആദഹ അലൈഹി, ചോദ്യം ആവർത്തിച്ചു, നിർബന്ധമാണോ? കോപത്തോടുകൂടി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഅഖിലു, നിനക്ക് ബുദ്ധിയില്ലടാ, ചിന്തിക്കാനുള്ള കഴിവില്ല നിനക്ക്? ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂൻ, അള്ളാന്റെ റസൂലും മുസ്ലിമീങ്ങളും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും ചോദിക്കുന്നു, വാജിബാണോ വാജിബാണോ എന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി 10 സിനീന യുദ്ഹാ, മദീനയിൽ താമസിച്ച 10 വർഷവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറവ് നടത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു ആടിനെ അറുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പങ്കാളിത്തത്തോടുകൂടി 7 ഷേർ ചേർന്നുകൊണ്ട് ഒരു ഒട്ടകമോ അല്ലെങ്കിൽ ഒരു ബഖറയോ അറവ് നടത്തുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളോട് അള്ളാന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്, കൽപ്പനയാണ്. പിന്നെ വാജിബാണോ സുന്നത്താണോ ഒരു ചർച്ചയേ അല്ല സഹോദരങ്ങളെ. ഫഅമറനാ, ഞങ്ങളോട് അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ട്, അൻ നഷ്തരിക ഫിൽ ഇബ്ലി വൽ ബഖറി കുല്ലു സബഅത്തിൻ മിന്നാ ബദനത്തിൻ, ഒട്ടകത്തിലും ബഖറയിലും പശുവിലും 7 വീതം പേർ അതിൽ ഷെയർ ചെയ്തു കൊള്ളട്ടെ, അതിൽ പങ്കാളിത്തം വഹിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, വിശ്വാസികളെ, കാപട്യത്തിന്റെ ആൾക്കാരാകരുത് നമ്മൾ. സുന്നത്തിന്റെ കാര്യത്തിലൊക്കെ എന്തുമാത്രം കൃത്യതയോടുകൂടി വിരൽ ഇങ്ങനെ അനക്കണോ, വിരൽ നേരെ നിവർത്തണോ, എന്തൊരു നെഞ്ചത്താണോ കൈ കെട്ടേണ്ടത്, അതോ വയറിന്മേലാണോ കൈ കെട്ടേണ്ടത്? അപ്രാധാന്യമെന്നല്ല ഈ പറയുന്നത്, പ്രാധാന്യം തന്നെയാണ്. പക്ഷേ സുന്നത്തിന്റെ കാര്യത്തിൽ പോലും ചർവണമായി ചർച്ചകൾ നടത്തുന്ന മുവഹിദുകളെ, അള്ളാന്റെ റസൂലിന്റെ ഈ സുന്നത്ത് എന്തേ നാം മറന്നു പോകുന്ന? പോക്കറ്റിൽ നിന്നും പൈസ പോകുമല്ലേ? അതൊരു 8000 രൂപയുടെ കാര്യമാണ്. ഒരു MRI സ്കാനിന്റെ തുക പോലും വരുന്നില്ല വിശ്വാസികളെ. അള്ളാന്റെ പരീക്ഷണം ഉണ്ടാകും. ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്നാണ് മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിച്ചത്. സാമ്പത്തികമായി അത്ര ഭദ്രതയില്ലാത്തവർ ഈ ഉൽഹിയ്യത്തിൽ പങ്കാളിത്തം ഉണ്ടാവുകയാണെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് മഹാന്മാരായ സ്വഹാബികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സാധിക്കുകയില്ലേ സഹോദരങ്ങളെ നമുക്ക്? ആരാണ് ഇവിടെ നിത്യവർത്തിക്ക് ബുദ്ധിമുട്ട് കഴിയുന്നത്? ചെറിയ ശമ്പളമായിരുന്നാലും വലിയ ശമ്പളമായിരുന്നാലും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സുബഹിന് എണീക്കുകയാണ് നാം, അസുഖമില്ല ശരീരത്തിന്, അന്ന് കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. അവൻ ലോകം കീഴടക്കിയവനെ പോലെയാണ്. നമ്മളെല്ലാം അത്തരക്കാരിൽ ഉൾപ്പെട്ടവരാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. ജാഗ്രതയാണ് വിശ്വാസികളെ ഈ കാര്യത്തിൽ വേണ്ടത്. ജനങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് അറഫയിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബാക്കളെ, ഇന്ന അലാ കുല്ലി അഹ്ലി ബൈത്തുൻ ഫീ കുല്ലി ആമിൻ ഉൽഹിയ്യത്തിൻ, എല്ലാ പേർക്കും അവരുടെ ബാധ്യതയാണ് വീട്ടുകാർക്ക് വേണ്ടി അറവ് നൽകുക എന്നുള്ളത്. എല്ലാ വർഷവും ഒരു 8000 അല്ലെങ്കിൽ ഒരു ആടോ സ്വന്തമായിട്ട്, ആടിൽ വിഹിതം പാടില്ല, ഷെയർ പാടില്ല. ഒട്ടകമോ, നമ്മുടെ നാട്ടിൽ ഒട്ടകം അങ്ങനെ സുലഭമല്ല. അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹത്തിന്റെ ഒരു ഇബാദത്തിന്റെ അടയാളമാണ് വിശ്വാസികളെ ഈ അറവ് നൽകുക എന്നുള്ളത്. എത്രത്തോളം എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച അതിമഹത്തരമായ ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ.
ആർത്തവകാരികളെ പോലും ഈദ് മുസല്ലയിലേക്ക് പ്രവാചകൻ പോകുവാൻ കൽപ്പിച്ചു. ആരെ? ആർത്തവകാരികളായ സ്ത്രീകളെ പോലും. ഇത് സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. വലിയ അശുദ്ധിയുള്ള പെണ്ണുങ്ങളെപ്പോലും നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് പോയിക്കൊണ്ട് മുസ്ലിംകളുടെ പ്രാർത്ഥനയിലും തക്ബീറിലും നിങ്ങളും പങ്കാളികളാകട്ടെ, നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കട്ടെ, നമസ്കരിക്കണ്ട നിങ്ങൾ. അത്രയ്ക്കും ഗൗരവത്തോടുകൂടി ഈദ് മുസല്ലയിലേക്ക് പോകണമെന്ന് പറഞ്ഞ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വചനാമൃതം ശ്രദ്ധിച്ചോളി സഹോദരങ്ങളെ. മൻ കാന ലഹു സഅതുൻ, ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ട്, ഒരു വർഷത്തിൽ 8,000 രൂപ കൊടുക്കുവാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? അവിശ്വസനീയമാണ്, അവിശ്വസനീയമാണ്. പക്ഷേ നമ്മുടെ ഈ പിശുക്കുണ്ടല്ലോ, നമ്മുടെ ഈ ബഖീലുണ്ടല്ലോ, ബുഖൽ, അത് നമ്മുടെ ശൈത്താൻ വിളിച്ച് കൊണ്ടുപോവുകയാണ്. എന്തിനാ നീ 8,000 രൂപ കൊടുക്കുക? ഉണ്ടെങ്കിൽ മക്കൾക്ക് ഫീസ് കൊടുത്തുകൂടെ? ഉന്നതമായ വിദ്യാഭ്യാസത്തിന് നിനക്ക് മന്ത്ലി ഫീസും മക്കൾക്ക് കൊടുത്തൂടെ? എന്തിനാ 8,000 രൂപ നീ ചിലവാക്കുന്നത് എന്ന് പിശുക്ക് ശൈത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നോക്കൂ, അത്തരക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ശക്തമായ താക്കീത് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്. മൻ കാന ലഹു സഅതുൻ, ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ട്, ഒരു വർഷത്തിൽ 8,000 രൂപ കൊടുക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും വലം യുളഹി, ഉളഹിയത്ത് അവൻ നൽകിയില്ല, ബലിമൃഗത്തിൽ അവൻ പങ്കാളിയായില്ല, ഫലാ യഖറബന്ന മുസല്ലാനാ, എൻ്റെ ഈദ് മുസല്ലയിലേക്ക് അവർ വന്നു പോകരുത്, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു പോകരുത്. ജാഗ്രതയാണ് സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ശക്തമായി പറഞ്ഞ ഒരു കാര്യം വേറെയില്ല. സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഉളഹിയത്തിൽ പങ്കാളികളാകാതെ ഇങ്ങനെ ഞെളിഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരാനാണോ നിങ്ങൾ ഭവിക്കുന്നുവെങ്കിൽ അത്തരക്കാർ നമ്മുടെ ഈദ് മുസല്ലയിലേക്ക് വരണ്ട. ആരുടെ താക്കീതാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ അതിമഹത്തരമായ ഇബാദത്തിൽ പങ്കാളികളാകണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്നാണ് സ്വഹാബികൾ നമുക്ക് സാക്ഷ്യപത്രമായി പഠിപ്പിച്ചു തന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല, എന്നാൽ സമ്പത്ത് അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കയ്യിൽ അപ്പോൾ പൈസ ഇല്ല എങ്കിൽ കടം മേടിച്ചുകൊണ്ടെങ്കിലും ആ ഉളഹിയത്തിൽ പങ്കാളികളാകണം. കാരണം അദ്ദേഹത്തിന് സമ്പത്ത് കിട്ടും, അദ്ദേഹത്തിൻ്റെ കാശ് വേറെയുണ്ട്. അതുകൊണ്ട് സാധിക്കുന്നവർ, വിശ്വാസികളെ സാധിക്കുന്നവർ ഒരു ആട് സ്വന്തമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ ഒരു ബഖറ, ഒരു പശു നിങ്ങൾ അറുത്തു കൊടുക്കുക. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനിലെ മതചിഹ്നങ്ങളെ അംഗീകരിക്കുവാനും അതിനെ ആദരിക്കുവാനും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.